ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഇനി ഏത് മേഖലയിലേക്കാണ് നിങ്ങളെന്ന ചോദ്യമാണ് കുടുംബശ്രീ പ്രവർത്തകരോട് ചോദിക്കാനുള്ളത്. കാരണം എല്ലാ മേഖലകളിലും കുടുംബശ്രീ കടന്നു വന്നിരിക്കുന്നു. പുരുഷാധിപത്യ മേഖലകളിലും സ്ത്രീകൾ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി മേളം കൊഴുപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവർ. ഇതിന്റെ പ്രവർത്തനങ്ങൾക്കായി കുരുവട്ടൂരിൽ ഒരു ഓഫീസ് സമുച്ചയവും ഉയർന്നു കഴിഞ്ഞു. ഇതേക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. പ്രധാനമന്ത്രിയുടെ സ്വച്ഛ ഭാരത് വക്താവാൻ ശ്രമിക്കുന്ന ശശി തരൂർ എംപിക്കെതിരെ KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ. തരൂരിന്റെ പ്രവൃത്തി ആശങ്കയും വിദ്വേഷവും സൃഷ്ടിക്കുന്നുവെന്നും സുബ്രഹ്മണ്യൻ. ജീവകാരുണ്യ പ്രവൃത്തിക്കായി സ്വരൂപിച്ച ധന്വന്തരി നിധി ജില്ലാ പഞ്ചായത്തിന് കൈമാറണമെന്ന് ആക്ഷൻ കമ്മിറ്റി. ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത പണം CPM സ്വത്താക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും കമ്മിറ്റി. നവജാത ശിശുവിന്റെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സോഷ്യലിസ്റ്റ് യുവജനത മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രിയുടെ സ്വച്ഛ ഭാരത് വക്താവാൻ ശ്രമിക്കുന്ന ശശി തരൂർ എംപിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ ഹൈക്കമാൻഡിന് പരാതി നൽകി. ശശി തരൂരിന്റെ പ്രവൃത്തി ആശങ്കയും വിദ്വേഷവും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്നും N. സുബ്രഹ്മണ്യൻ കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അപ്പോൾ ഇതൊരു ആകസ്മിക സംഭവമല്ല. നിരന്തരമായി മോദിക്ക് അനുകൂലമായി ശശി തരൂർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനകൾ അപലപനീയമാണ്. ശക്തമായ സംഘടനാ വിരുദ്ധ നടപടിയാണ്. കോൺഗ്രസ് പ്രവർത്തകരെ തികഞ്ഞ ആശയക്കുഴപ്പത്തിലാക്കുന്നതാണ്. കോൺഗ്രസിന്റെ ഔദ്യോഗിക ദേശീയ വക്താവ് എന്നുള്ള നിലക്ക് അദ്ദേഹം ഒരു കാരണവശാലും കോൺഗ്രസിന്റെ എതിരാളികളുടെ കയ്യിലെ കളിപ്പാവയായി മാറാൻ പാടില്ലാത്തതാണ്. അങ്ങനെ മാറുന്ന ശശി തരൂരിന്റെ നടപടി തീർത്തും സംശയാസ്പദമാണ്, ദുരൂഹമാണ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡ് ശക്തമായ നടപടി സ്വീകരിക്കണം. സോഷ്യലിസ്റ്റ് യുവജനതയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പേരാമ്പ്ര സ്വദേശി അഭിലാഷിന്റെ ഭാര്യ പ്രസവിച്ച ഉടനെ കുഞ്ഞു മരിച്ച സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. സംസ്ഥാന സെക്രട്ടറി CK സജിത് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര എടവലാട് സ്വദേശിയായ അഭിലാഷിന്റെ ഭാര്യ പ്രസവിച്ച ഉടനെ കുഞ്ഞു മരിച്ച സംഭവം അന്വേഷിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സോഷ്യലിസ്റ്റ് യുവജനതയുടെ ആഭിമുഖ്യത്തിൽ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. IMCH കവാടത്തിന് മുന്നിൽ വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണാ സമരം സോഷ്യലിസ്റ്റ് യുവജനത സംസ്ഥാന സെക്രട്ടറി EK സജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾക്ക് പറയാനുള്ളത്, മെഡിക്കൽ കോളേജിലെ ഭരണ സംവിധാനമാകെ ഉടച്ചു വാർക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. പാവപ്പെട്ട രോഗികളോട് ഡോക്ടർമാർ നീചമായി പെരുമാറുന്നു. ഉന്നതരായിട്ടുള്ള ഡോക്ടർമാർ PG വിദ്യാർത്ഥികളെ ഇത്തരം കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് PG വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് സംവിധാനത്തെ ഭരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർമാരോട് രോഗികൾ വ്യക്തമായ ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ദിവസങ്ങളോളം കാത്തു നിൽക്കണം. വീട്ടിൽ പോയാൽ കിട്ടില്ല. ആശുപത്രിയിൽ നിന്ന് ചോദിച്ചാൽ വ്യക്തമായ മറുപടി തരുന്നില്ല. ഈ തരത്തിൽ രോഗികളോട് കാണിക്കുന്ന ഇത്തരം നീചമായ അവസ്ഥക്കെതിരായിട്ട് നമ്മൾ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് രാമചന്ദ്രൻ കുയ്യുണ്ടി അധ്യക്ഷം വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സന്തോഷ് കുറുമ്പോയിൽ, ജില്ലാ ജനറൽ സെക്രട്ടറി സുനിൽ ഓടയിൽ, PC സന്തോഷ്, വിജയൻ ചോലക്കര, AK മനോജ് എന്നിവർ സംസാരിച്ചു. സ്കാനിങ്ങിലോ മറ്റ് ടെസ്റ്റിലോ ഒരു കുഴപ്പവും കാണാത്ത സാഹചര്യത്തിൽ കുട്ടി മരിക്കാനുണ്ടായ സാഹചര്യം അധികൃതർ അന്വേഷിക്കണമെന്നും മെഡിക്കൽ കോളേജിൽ രോഗികളോട് ഡോക്ടർമാർ കാണിക്കുന്ന സമീപനം തിരുത്തണമെന്നും സമരത്തിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു. പാവപ്പെട്ട രോഗികളെ സഹായിക്കാനായി വടകര കേന്ദ്രമായി സ്വരൂപിച്ച ധന്വന്തരി നിധി CPM നേതാവിന്റെ പേരിലുള്ള ട്രസ്റ്റിൽ നിന്നും മാറ്റി
ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിക്ക് കൈമാറണമെന്ന് ആക്ഷൻ കമ്മിറ്റി. ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത പണം CPM സ്വത്താക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കും. ഇതിനു മുന്നോടിയായി ഒക്ടോബർ 11 കലക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തുമെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വടകര ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് രോഗികൾക്ക് സൗജന്യ ഡയാലിസിസ് ലക്ഷ്യം വെച്ചുകൊണ്ട് 2013 ഒക്ടോബർ മാസം 27 ഒറ്റ ദിവസം കൊണ്ട് 3.5 കോടിയിലേറെ രൂപ പിരിച്ചെടുത്ത് മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനമെന്ന് എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ അന്ന് പിരിച്ചെടുത്ത 3.5 കോടിയിലേറെ രൂപ 6 പേർ ചേർന്ന് രൂപീകരിച്ച ആജീവനാന്ത ട്രസ്റ്റുമാരുടെ പേരിൽ ട്രസ്റ്റിന്റെ പേരിൽ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. പണം പിരിക്കാൻ രൂപീകരിച്ച കമ്മിറ്റിയോ വടകര നഗരസഭയോ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയോ ഈ 6 പേർ ട്രസ്റ്റിമാരാകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായ C. ഭാസ്കരനാണ് ട്രസ്റ്റിന്റെ ഫൗണ്ടർ ട്രസ്റ്റി. ഇങ്ങനെ ഭാസ്കരൻ ഫൗണ്ടർ ട്രസ്റ്റിയായി ട്രസ്റ്റ് രൂപീകരിക്കാൻ ആ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനു പിന്നിലുള്ള ഗൂഢമായ ഉദ്ദേശം എന്തെന്ന് വിശദീകരിക്കാനുള്ള ബാധ്യത CPM പാർട്ടിക്കുണ്ട്. ഇത്ര വലിയൊരു പണം സമാഹരിച്ച് എത്രയോ കോടി രൂപ ഈ ട്രസ്റ്റിന് വിദേശങ്ങളിൽ നിന്നും അതുപോലെ സ്വദേശത്ത് നിന്നും ആളുകൾ തയ്യാറാവും ഇതിന് സഹായിക്കാൻ വേണ്ടി. പക്ഷെ ആ സഹായത്തെ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് വ്യക്തിപരമായി ഇതിനെ സഹായിക്കണം എന്ന് തോന്നുന്ന ആളുകൾക്ക് പോലും ഇത്തരമൊരു വിവാദം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഈ ട്രസ്റ്റിന്റെ ഭാവി പ്രവർത്തനത്തെ പോലും അപകടത്തിലാക്കിയത് CPMന്റെ ഈ നിലപാടിന്റെ ഭാഗമായിട്ടാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സ്വകാര്യ ട്രസ്റ്റ് പിരിച്ചുവിട്ട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ചെയർമാനായി സ്നേഹസ്പർശ മാതൃകയിൽ വടകരയിലും ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം നൽകി തുക സൊസൈറ്റിക്ക് കൈമാറി ജനാധിപത്യവും സുതാര്യവുമായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകും. ധന്വന്തരി ഡയാലിസിസ് നിധി സമാഹരണത്തിന് എല്ലാം മറന്ന് ഒന്നിച്ച രാഷ്ട്രീയ പാർട്ടികളും മനുഷ്യസ്നേഹികളും ഈ സമരത്തോടൊപ്പം ഉണ്ടാകണം. സംരക്ഷണ സമിതി പ്രവർത്തനം വൃക്ക രോഗികൾക്ക് വേണ്ടിയുള്ളതാണെന്ന് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്ന രോഗികളും ബന്ധുക്കളും മനസ്സിലാക്കണം. സ്വകാര്യ ട്രസ്റ്റുകാരുടെ കള്ളപ്രചരണത്തിൽ അകപ്പെടരുതെന്നും സമരസമിതി നേതാക്കൾ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോർപ്പറേറ്റ് കുത്തുകളെ സംരക്ഷിക്കുന്നതിനായി മോദി സർക്കാർ ജീവൻ രക്ഷാ മരുന്നുകളുടെ വില വർദ്ധിപ്പിച്ചതായി KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ. കേരള പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷൻ 32ാം സംസ്ഥാന സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോർപ്പറേറ്റ് കുത്തകകളെ സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ജീവൻ രക്ഷാ മരുന്നുകളുടെ വില മോദി സർക്കാർ വർദ്ധിപ്പിച്ചതെന്ന് KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ പറഞ്ഞു. കേരള പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ 32ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 8,000 രൂപ വിലയുണ്ടായിരുന്ന ക്യാൻസർ രോഗികളുടെ മരുന്നിന് ഇപ്പോൾ 1,80,000 രൂപയാണ് നൽകേണ്ടതെന്നും UPA ഭരിക്കുമ്പോൾ ബ്ലഡ് പ്രഷർ, ഡയബറ്റിക് രോഗികൾക്കുണ്ടായിരുന്ന 305 രൂപയുടെ മരുന്നിന് ഇപ്പോൾ 700 രൂപയാണെന്നും സുബ്രഹ്മണ്യൻ കുറ്റപ്പെടുത്തി. അമേരിക്കൻ കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കുന്നതിനായി മോദി അമേരിക്കൻ സന്ദർശനത്തിന് മുമ്പ് ജീവൻ രക്ഷാ മരുന്നുകളുടെ വില വർദ്ധിപ്പിച്ചതാണെന്നും അദ്ദേഹം ആരോപിച്ചു. ഒരു ഭാഗത്ത് ഇന്ത്യൻ രൂപയുമായി ഡോളറിന്റെ വിനിമയ നിരക്ക് കുറയുകയും അന്താരാഷ്ട്ര മാർക്കറ്റിൽ തന്നെ ക്രൂഡ് ഓയിലിന്റെ വില 18 മാസക്കാലത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോഴും ഇന്ത്യയിൽ ഡീസലിന്റെ വില കുറയുന്നില്ല, പെട്രോളിന്റെ വില കുറയുന്നില്ല, പാചകവാതകത്തിന്റെ വില കുറയുന്നില്ല. പാചകവാതകത്തിന്റെ വില കുറയുന്നില്ല എന്ന് മാത്രമല്ല 12 സിലിണ്ടർ എന്നുള്ളത് 9 സിലിണ്ടർ ആക്കാനുള്ള വളരെ ശക്തമായ നടപടികൾ നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഇന്നത്തെ BJP ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. ഇന്ത്യയിലെ കുത്തകളെയും കോർപ്പറേറ്റുകളെയും സഹായിക്കുന്ന സമീപനമാണ് ഇന്ന് മോദി ഗവൺമെന്റിന്റെ മുഖമുദ്ര എന്ന് ഏതാനും മാസക്കാലം കൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നളന്ദ ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനത്തിൽ KPO ജില്ലാ പ്രസിഡന്റ് M.E. രാജൻ അധ്യക്ഷത വഹിച്ചു. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ കാവിൽ P. മാധവൻ, KPO ജില്ലാ സെക്രട്ടറി K. സതീശൻ, KPO താലൂക്ക് പ്രസിഡന്റ് സമീർ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് സിറ്റി ട്രാഫിക് പോലീസിന്റെ അശാസ്ത്രീയമായ ട്രാഫിക് പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം ബസ് ജീവനക്കാർ സർവീസ് മുടക്കുന്നു. കുന്നമംഗലം, മാവൂർ, മുക്കം, കോഴിക്കോട് റൂട്ടിലോടുന്ന ബസ്സുകളാണ് ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നത്. കോഴിക്കോട് പാളയം ബസ് സ്റ്റാൻഡിലേക്ക് മെഡിക്കൽ കോളേജ് വഴി മുക്കം, കൊടുവള്ളി, താമരശ്ശേരി, നരിക്കുനി, മാവൂർ, എടവണ്ണപ്പാറ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ബസ്സുകൾ ഓഗസ്റ്റ് 25 മുതൽ അരിടത്ത് പാലത്ത് നിന്ന് ജയിൽ റോഡ് വഴി വീണ്ടും സ്റ്റേഡിയം ജംഗ്ഷനിൽ വന്ന് പാളയം ബസ് സ്റ്റാൻഡിലേക്ക് സർവീസ് നടത്തുകയാണ്. ഇത് കാരണം ഈ റൂട്ടിൽ പോകുന്ന 250ഓളം സ്വകാര്യ ബസ്സുകൾക്ക് സമയദൈർഘ്യം കൂടുകയും ഇന്ധന ചിലവും സാമ്പത്തിക നഷ്ടം വരികയും ചെയ്യുന്നുണ്ട്. 3 മാസത്തെ നികുതി 30,000-ഓളം രൂപ മുൻകൂറായി അടയ്ക്കുന്ന ബസ്സുകൾ യാത്രക്കാർക്ക് ഉപകാരപ്രദമല്ലാത്ത റൂട്ടുകളിൽ തിരിച്ചുവിട്ടുകൊണ്ട് ബസ് സർവീസ് നശിപ്പിക്കാനുള്ള കോഴിക്കോട് സിറ്റി ട്രാഫിക് പോലീസിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഈ റൂട്ടിലോടുന്ന ബസ്സുകൾ ചൊവ്വാഴ്ച മുതൽ സർവീസ് മുടക്കുന്നത്.
ട്രാഫിക് പോലീസ് നടത്തിയ പുതിയ സമയക്രമീകരണത്തിന്റെ ഭാഗമായി ഭൂരിഭാഗം ബസ്സുകളും സ്റ്റാൻഡിൽ പ്രവേശിച്ച ഉടനെ തിരിച്ചു പോകേണ്ട അവസ്ഥ ഉള്ളതുകൊണ്ട് ട്രിപ്പുകൾ മുടങ്ങുകയാണ്. മലയോര മേഖലകളിൽ നിന്ന് വരുന്ന ബസ് യാത്രക്കാർ പുതിയ സ്റ്റാൻഡിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് അരിടത്ത് പാലത്ത് ഇറക്കിവിടുകയും മറ്റു ഭാഗങ്ങളിലേക്ക് 2 ബസ്സുകൾ യാത്ര ചെയ്യേണ്ട ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും കൂടാതെ തൊഴിലാളികൾക്ക് അധിക ജോലിഭാരം വരികയും ചെയ്യുന്നു. ഇതിൽ പ്രതിഷേധിച്ച് സെപ്റ്റംബർ 1 മുതൽ ഈ റൂട്ടിലെ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുവാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ സിറ്റി പോലീസ് കമ്മീഷണറുമായുള്ള ചർച്ചയിൽ സെപ്റ്റംബർ 20 മുമ്പ് പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞെങ്കിലും തീരുമാനമൊന്നും ഉണ്ടായില്ല. ഈ റൂട്ടിലെ ബസ്സുകൾ 1 മാസത്തോളമായി നഷ്ടം സംഭവിച്ചുകൊണ്ടാണ് സർവീസ് നടത്തുന്നത്. തുടർന്നും സർവീസ് നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ഒക്ടോബർ 7 ചൊവ്വ മുതൽ കുന്നമംഗലം വഴി കോഴിക്കോട്ടേക്ക് ഓടുന്ന എല്ലാ ബസ്സുകളും പ്രശ്നപരിഹാരം ഉണ്ടാവുന്നതുവരെ സർവീസ് നിർത്തിവെക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ 10-ാം തീയതി കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുവാനും തീരുമാനിച്ചിട്ടുണ്ട്. വാർത്തകളിൽ ഒരിടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം. നമുക്കേകും സന്തോഷം. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. മേളത്തിന്റെ താളം മുറുക്കി വനിതാ ശിങ്കാരി സംഘത്തിന് പുതിയ ഓഫീസ് കെട്ടിടം. കുരുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സംരംഭമായ സ്വരലയം വനിതാ ശിങ്കാരിമേള സംഘത്തിന്റെ ഓഫീസ് AK ശശീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സംഘത്തിന്റെ 3-ാം വാർഷികാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും വെബ്സൈറ്റ് പ്രകാശനവും നടന്നു. കുരുവട്ടൂർ പഞ്ചായത്ത് കുടുംബശ്രീ തൊഴിൽ സംരംഭമായ സ്വരലയം വനിതാ ശിങ്കാരി മേളത്തിന്റെ 3-ാം വാർഷികവും ഓഫീസ് ഉദ്ഘാടനവും MLA AK ശശീന്ദ്രൻ നിർവഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് സ്വരലയം വനിതാ ശിങ്കാരി മേള സംഘത്തിന്റെ ഡെമോൺസ്ട്രേഷനും ഉണ്ടായിരുന്നു. ഓഫീസ് ഉദ്ഘാടനം AK ശശീന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K മഞ്ജുള അധ്യക്ഷം വഹിച്ചു. പല സമയത്തും സ്ത്രീകളെ ഏതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് തുല്യ സമത്വം ഒക്കെ പറഞ്ഞാലും സ്ത്രീകളെ ഏത് രൂപത്തിൽ അടിച്ചമർത്താൻ പറ്റും എന്ന രൂപത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ആളുകളുടെ മനോഭാവം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സ്ത്രീകൾ ഈ ഒരു രംഗത്ത് വളരെ പ്രശസ്തമായ രൂപത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷമാണ്. നമുക്കറിയാം, ഏകദേശം 3 വർഷത്തോളം കൊണ്ട് 388 പരിപാടികൾ ഇവർ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഈ വർഷം തന്നെ 186 പരിപാടികൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. കാലിക്കറ്റ് സർവകലാശാലയുടെ സദ്ഗുണ അവാർഡ് ജേതാവ് ഷോണിമ ദാസിനെ ചടങ്ങിൽ ആദരിച്ചു. കോർഡിനേറ്റർ P അനിൽകുമാർ, പഞ്ചായത്ത് അംഗം K രാജഗോപാലൻ, അക്കിനാരി മുഹമ്മദ്, KK കൃഷ്ണദാസ്, ഷീബ, PM അബ്ദുറഹിമാൻ, K ഷാജികുമാർ, E ബാലൻ, മാണിയേരി ഭരതൻ, റീജാകുമാരി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ഉദാത്തമായ ത്യാഗത്തിന്റെ വിശുദ്ധ സ്മരണകൾ ഉണർത്തി നാടെങ്ങും ബലിപെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ വിശ്വാസികളുടെ വൻ പ്രവാഹമായിരുന്നു. ഉദാത്തമായ ത്യാഗത്തിന്റെ വിശുദ്ധ സ്മരണകൾ ഉണർത്തി നാടെങ്ങും ബലിപെരുന്നാൾ ആഘോഷിച്ചു.
പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരത്തിൽ വിശ്വാസികളുടെ വൻ പ്രവാഹമായിരുന്നു. കടപ്പുറത്തു നടന്ന ഈദ്ഗാഹ് നമസ്കാരത്തിന് ISM സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എ അബ്ദുൾ മജീദ് സ്വലാഹി നേതൃത്വം നൽകി. ഇന്ത്യൻ മുസ്ലിങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനയെ അദ്ദേഹം പെരുന്നാൾ സന്ദേശത്തിൽ പിന്തുണച്ചു. കോഴിക്കോട്ടുള്ള അന്യ സംസ്ഥാനക്കാർക്കായി മാനഞ്ചിറ പട്ടാള പള്ളിയിൽ പ്രത്യേക പെരുന്നാൾ നമസ്കാരം നടത്തി. വെസ്റ്റ് കണ്ണഞ്ചേരി ഗുബ മസ്ജിദ് അധ്യാപകനായ ഷെഫീഖ് ആലം സലഫി നേതൃത്വം നൽകി. പ്രവാചക ജീവിതത്തിന്റെ നന്മകൾ ജീവിതത്തിൽ പകർത്താനും ത്യാഗസമ്പന്നമായ വിശ്വാസം കൈവരിക്കാനും സാധിക്കണമെന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. മസ്ജിദുൽ ഇസാൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നമംഗലം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന നമസ്കാരത്തിനും ഖുതുബയ്ക്കും M സുബ്ഹാൻ ബാബു നേതൃത്വം നൽകി. KNM നടുവട്ടം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിന് റഹ്മത്തുള്ള അൻബാരി നേതൃത്വം നൽകി. KNM ബേപ്പൂർ ഏരിയ കമ്മിറ്റി ആഭിമുഖ്യത്തിൽ നടന്ന ഈദ് നമസ്കാരത്തിന് അബ്ദുൽ സലാം പുത്തൂർ നേതൃത്വം നൽകി. ചക്കാലക്കൽ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബയ്ക്കും ഇക്ബാൽ പുന്നശ്ശേരി നേതൃത്വം നൽകി. കാരന്തൂർ മഹൽ ജുമാ മസ്ജിദിൽ മുഹമ്മദ് ബാഖഫി അൽ ദാരിമി നമസ്കാരത്തിനും ഖുതുബയ്ക്കും നേതൃത്വം നൽകി. ചെലവൂർ പുളിക്കൽ ജുമാ മസ്ജിദിൽ അസ്ലം ബാഖവിയും കാരന്തൂർ ടൗൺ മസ്ജിദിൽ റഷീദ് യമാനിയും നേതൃത്വം നൽകി. ഈസ്റ്റ് മലേമ ജുമാ മസ്ജിദ്, ചൂലാംവയൽ മഹൽ ജുമാ മസ്ജിദ്, പടനിലം ജുമാ മസ്ജിദ്, സ്നേഹപുരം ഖാദിരിയ മസ്ജിദ്, കാരന്തൂർ ഇസ്ലാമിക് സെന്റർ, കോണോട്ട് ജുമാ മസ്ജിദ്, മർക്കസ് ക്യാമ്പസ് മസ്ജിദ്, കുന്നമംഗലം മഹൽ ജുമാ മസ്ജിദ്, ചാത്തമംഗലം മഹൽ മസ്ജിദ് തുടങ്ങിയ സ്ഥലങ്ങളിലും പെരുന്നാൾ നമസ്കാരങ്ങൾ നടന്നു. മോദി സർക്കാരിന് ലഭിക്കുന്ന അംഗീകാരം രാജ്യവികസനത്തിന്റെ സൂചനയെന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘ് അഖില ഭാരതീയ കാര്യകാരി അംഗം AS സേതുമാധവൻ. വിജയദശമി ആഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രീയ സ്വയംസേവക സംഘം ബേപ്പൂരിൽ സംഘടിപ്പിച്ച പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിജയദശമി മഹോത്സവത്തോടനുബന്ധിച്ച് രാഷ്ട്രീയ സ്വയംസേവക സംഘ് ബേപ്പൂർ നഗരത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. ബേപ്പൂർ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന വിജയദശമി ആഘോഷ പരിപാടിയിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘ് അഖില ഭാരതീയ കാര്യകാരി അംഗം AS സേതുമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി. വിദേശ രാജ്യങ്ങൾ നരേന്ദ്രമോദി സർക്കാരിനെ അംഗീകരിക്കുന്നത് രാജ്യം വികസിക്കുന്നതിന്റെ ശുഭസൂചനയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭരണമാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചതുകൊണ്ടാണ് മോദി സർക്കാർ അധികാരത്തിൽ എത്തിയത്. ഭാഷ, വസ്ത്രം, ജാതി എന്നിവയ്ക്ക് അതീതമായി ഭാരതത്തിന്റെ പൂർവികമായ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ളവർ ഒന്നാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തുടർന്ന് ശാരീരിക പ്രദർശനവും നടന്നു. റിട്ടയർഡ് ഓണററി ക്യാപ്റ്റൻ T വാസുദേവൻ ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. U ഗോപാൽ മല്ലർ, K വാസുദേവൻ, M ശിവദാസൻ എന്നിവർ സംസാരിച്ചു. മതങ്ങൾ പരസ്പര നന്മയുടെയും സഹവർത്തിത്വത്തിന്റേതുമാണ് എന്ന സന്ദേശമുയർത്തി ഘാസി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സ്നേഹ സംഗമം സംഘടിപ്പിച്ചു. മന്ത്രി PK അബ്ദുറബ്ബ് സംഗമം ഉദ്ഘാടനം ചെയ്തു. ഒരുമിച്ച് മുന്നേറാനുള്ള സന്ദേശമാണ് വലിയ പെരുന്നാൾ നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സമൂഹ നന്മയ്ക്കായി ഒരേ മനസ്സോടെ മുന്നോട്ടു പോകാനുള്ള സന്ദേശമാണ് വലിയ പെരുന്നാൾ നൽകുന്നതെന്ന് മന്ത്രി PK അബ്ദുറബ്ബ് പറഞ്ഞു. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നേട്ടങ്ങൾ കൈവരിക്കുമ്പോഴും സങ്കുചിത മനുഷ്യ മനസ്സുകളാണ് നാടിന്റെ വളർച്ചയ്ക്ക് തടസ്സമാകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസി നാലകത്ത് മുഹമ്മദ് കോയ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സ്നേഹ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതങ്ങൾ പരസ്പര നന്മയുടെയും സഹവർത്തിത്വത്തിന്റേതുമാണ് എന്ന സന്ദേശമുയർത്തി സംഘടിപ്പിച്ച സ്നേഹസംഗമത്തിൽ ഫൗണ്ടേഷൻ ചെയർമാൻ E. ഉസ്മാൻ കോയ അധ്യക്ഷം വഹിച്ചു. KNM സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുൾ കോയ മദനി പെരുന്നാൾ സന്ദേശം നൽകി. മേയർ AK പ്രേമജം, AK ശശീന്ദ്രൻ MLA, മുഖ്യ ഗാസി KV ഇമ്പിച്ച് അഹമ്മദ് ഹാജി, കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ M അബ്ദുൽ സലാം, കാലടി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ MC ദിലീപ് കുമാർ, ഫാദർ MK ജോർജ്, P മുഹമ്മദ് കോയ, K മൊയ്തീൻ കോയ, MV റംസി ഇസ്മായിൽ, T ആരിഫ് അലി, KP ആലിക്കോയ എന്നിവർ സംസാരിച്ചു. ക്രൂരമായി പെരുമാറുന്ന അധ്യാപകൻ സമൂഹത്തിന് അപമാനമാണെന്ന് MP വീരേന്ദ്രകുമാർ. ലോക അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
ലോക അധ്യാപക ദിനത്തോടനുബന്ധിച്ച് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സമ്മേളനം സംഘടിപ്പിച്ചു. KP കേശവമേനോൻ ഹാളിൽ നടന്ന പരിപാടി MP വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്രൂരമായി പെരുമാറുന്ന അധ്യാപകർ സമൂഹത്തിന് അപമാനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കുട്ടിയെ പട്ടിക്കൂട്ടിലടയ്ക്കുന്നത് പോലെയുള്ള പ്രവൃത്തികൾ ആര് ചെയ്താലും ഒരു അധ്യാപകൻ ചെയ്യാൻ പാടില്ല. ഒരു തലമുറയെ തന്നെ വാർത്തെടുക്കുന്നവരാണ് അധ്യാപകരെന്നും അദ്ദേഹം പറഞ്ഞു. നിരീക്ഷണത്തിലുള്ള സാധനങ്ങൾക്ക് വേണ്ടി അധ്യാപകന്റെ അസംതൃപ്തിയുള്ള മനുഷ്യ മനസ്സ് അവിടെയാണ് എല്ലാം കുറിക്കുന്നത്. അവർ കുറിക്കുക മാത്രമല്ല, അവർ രൂപപ്പെടുത്തുന്നത്. ഒരു സമൂഹം എവിടെ എത്തിയെന്ന് നമ്മൾ അളക്കുന്നു. ആദ്യം അറിയപ്പെടുന്നത് ആ സമൂഹത്തിന് വളർത്തിക്കൊണ്ടുവന്ന അധ്യാപക സമൂഹത്തിലാണ്. സമൂഹത്തിന് ഏറ്റവും കൂടുതൽ അവരുടെ ശ്രദ്ധയും ബാധ്യതയും വേണ്ടത് അധ്യാപക സമൂഹത്തിലാണ്. KPSTU സംസ്ഥാന പ്രസിഡന്റ് P. ഹരിഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ MGS നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാക്കളായ VK രാജേന്ദ്രൻ, CK മനോജ് കുമാർ, KS ദീപൻ എന്നിവരെ ആദരിച്ചു. KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ, DEO ഡോക്ടർ ഗിരീഷ് ചോലയിൽ, KPSTU സംസ്ഥാന ട്രഷറർ C. വിനോദ് കുമാർ, അസോസിയേറ്റഡ് ജനറൽ സെക്രട്ടറി ജോർജ് കുളത്തൂർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. മോഹൻദാസ്, സംസ്ഥാന സെക്രട്ടറി UK വിജയൻ, സെക്രട്ടേറിയറ്റ് അംഗം K. ഹേമചന്ദ്രൻ, E. ലീന, E. പ്രദീപ് കുമാർ, ജില്ലാ സെക്രട്ടറി N. ശ്യാംകുമാർ, ജില്ലാ പ്രസിഡന്റ് N. ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരിടവേള. വിശ്വാസം അടിതെറ്റാത്ത പാദങ്ങൾ പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. Hi, casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡൻ ഡയമണ്ട്. Celebrate the beauty of life. വിശ്വാസം അടിതെറ്റാത്ത പാദങ്ങൾ പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. വാർത്തകൾ തുടരുന്നു. യോഗയുടെ പ്രചാരം വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണിതെന്ന് സ്വാമി ചിദാനന്ദപുരി. എന്നാൽ ശാസ്ത്രത്തിൽ നിന്നും വ്യതിചലിച്ച് ചിലർ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന അവസ്ഥയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വടകരയിൽ ശിവാനന്ദ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശിവാനന്ദ ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് യോഗ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചു. കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി ഉദ്ഘാടനം ചെയ്തു. ദിവസം കഴിയുന്തോറും ഇവയുടെ പ്രചാരം ലോകത്തിലുടനീളം വർദ്ധിക്കുകയാണ്. അതിനനുസൃതമായി ലോകത്തുടനീളം അനേക യോഗ പഠന കേന്ദ്രങ്ങൾ ഉണ്ടാവുന്നുണ്ട്, വേദാന്ത പഠന കേന്ദ്രങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ആയുർവേദത്തിൽ അധിഷ്ഠിതമായ ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് ശാസ്ത്രത്തിൽ നിന്ന് വ്യതിചലിച്ച് എന്തെല്ലാമോ കാണിച്ചു കൂട്ടുന്നതാണ്. വടകര പഴയ ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് ജയഭാരത് തിയേറ്ററിന് സമീപമാണ് യോഗ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഡോക്ടർ ചെറുവച്ചേരി രാധാകൃഷ്ണൻ അധ്യക്ഷം വഹിച്ചു. ഡോക്ടർ ഗിരീഷ് ബാബു, യോഗാചാര്യൻ M. സുരേന്ദ്രനാഥ്, അഡ്വക്കേറ്റ് E. നാരായണൻ നായർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വടകര കോട്ടക്കടവിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ഇരിങ്ങൽ കോട്ടക്കൽ സ്വദേശി മുനീറാണ് മരണപ്പെട്ടത്. വടകര കോട്ടക്കടവിൽ സ്കൂട്ടറും കാറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ഇരിങ്ങൽ കോട്ടക്കൽ പുത്തലത്ത് വീട്ടിലെ മുനീറാണ് മരണപ്പെട്ടത്. ഞായറാഴ്ച രാത്രി 9 മണിക്കാണ് സംഭവം നടന്നത്. സ്കൂട്ടറിൽ 2 യാത്രക്കാർ ഉണ്ടായിരുന്നു എന്ന അഭ്യൂഹം പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാക്കിയിരുന്നു. തുടർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു എന്ന വിവരം ലഭിച്ചതോടെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ഗുരുതരമായി പരിക്കേറ്റ മുനീറിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് മരിച്ചത്. വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ചേതനയാത്രയ്ക്ക് കോഴിക്കോട് ദൂരദർശൻ കേന്ദ്രത്തിൽ സ്വീകരണം നൽകി. ദൂരദർശൻ കേന്ദ്രം ഉദ്യോഗസ്ഥരും കേബിൾ TV മെയിൻ ലോക്കൽ സ്ട്രീം ഓപ്പറേറ്റർമാരും ചേർന്നാണ് ജാഥയെ സ്വീകരിച്ചത്. വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയവും ഭാരതീയ ആവിഷ്കാർ ഡിഷ് ആന്റിന സംഘവും ചേർന്ന് നടത്തിവരുന്ന ചേതനയാത്രയ്ക്ക് കോഴിക്കോട് ദൂരദർശൻ കേന്ദ്രത്തിൽ സ്വീകരണം നൽകി. ദൂരദർശൻ കേന്ദ്രം ഉദ്യോഗസ്ഥരും കേബിൾ TV മെയിൻ ലോക്കൽ സ്ട്രീം ഓപ്പറേറ്റർമാരും ചേർന്നാണ് സ്വീകരിച്ചത്.
പ്രധാനമന്ത്രിയുടെ സ്വപ്ന പദ്ധതികളായ ഡിജിറ്റൽ ഇന്ത്യ, ഗ്രീൻ ഇന്ത്യ പദ്ധതികൾ നടപ്പിലാക്കേണ്ടതിനെക്കുറിച്ച് ചേതന യാത്ര ലീഡർ ഡോക്ടർ AK റസ്തോഗി വിശദീകരിച്ചു. As per Cable TV Act, in analog mode, 5 channel is mandate to carry on prime band channel and another 4 channel in different prime band. This is mandatory. And in digital mode, all channels of Doordarshan 24 plus 1 just last Saturday a new channel started from Andhra, Telangana. So total 25 channel is mandatory on digitization, on digital control room. സെപ്റ്റംബർ 5-ന് ന്യൂഡൽഹിയിൽ നിന്നും ആരംഭിച്ച ചേതനയാത്ര 18 സംസ്ഥാനങ്ങളിലൂടെ 25,000 കിലോമീറ്റർ സഞ്ചരിച്ച് ഒക്ടോബർ 20-നാണ് തിരിച്ചെത്തുന്നത്. കോഴിക്കോട്ടെത്തിയ ചേതനയാത്ര സംഘം മലബാർ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ചും കേബിൾ TV നിയമങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ സംശയങ്ങൾക്ക് ഡോക്ടർ SK റസ്തോഗി മറുപടി നൽകി. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ ആശങ്കകൾ അതത് വകുപ്പുകളുമായി പങ്കുവച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കോഴിക്കോട് ദൂരദർശൻ കേന്ദ്ര മേധാവി B. സുധാകർ, പ്രോഗ്രാം മേധാവി KT ശിവാനന്ദൻ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അക്കാദമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ ദക്ഷിണേന്ത്യൻ സമ്മേളനവും 21ാമത് സംസ്ഥാന സമ്മേളനവും ഒക്ടോബർ 11 മുതൽ 12 വരെ കോഴിക്കോട് IMA ഹാളിൽ വെച്ച് നടത്തും. വൈദ്യരംഗത്തെ അക്കാദമിക് കാര്യങ്ങളിലുള്ള നൂതനമായ വിവിധ ചികിത്സാ, പരിശോധന, ഗവേഷണ വിഷയങ്ങളെക്കുറിച്ച് ഡോക്ടർമാരെയും പൊതുജനങ്ങളെയും ബോധവൽക്കരിക്കുന്നതിനുള്ള IMAയുടെ വിഭാഗമാണ് അക്കാദമി ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ്. IMA AMS കേരള ഘടകം എല്ലാ വർഷവും നൽകുന്ന ഡോക്ടർ ഈപ്പൻ സാമുവൽ മെമ്മോറിയൽ അവാർഡ് അമൃത മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജനിതക വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ഷീല നമ്പൂതിരിക്ക് നൽകും. ഡോക്ടർ PA അലക്സാണ്ടർ മെമ്മോറിയൽ ഒറേഷൻ അവാർഡ് കോഴിക്കോട് KMCT മെഡിക്കൽ കോളേജിലെ സൈക്കട്രി വിഭാഗം പ്രൊഫസർ ഡോക്ടർ PL സുരേഷ് കുമാറിനും നൽകും. സൂര്യ നൃത്ത സംഗീതോത്സവത്തിന് കോഴിക്കോട് വേദിയൊരുങ്ങുന്നു. ഒക്ടോബർ 7 മുതൽ 11 വരെ നീണ്ടുനിൽക്കുന്ന സൂര്യ ഫെസ്റ്റിവൽ കോഴിക്കോട് ടാഗോർ ഹാളിലാണ് നടക്കുന്നത്. ദിവസേന വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവത്തിൽ ഇന്ത്യയിലെ പ്രശസ്തരായ കലാകാരന്മാർ പങ്കെടുക്കും. കോഴിക്കോട് കോർപ്പറേഷൻ, കല, കാലിക്കറ്റ് പ്രസ് ക്ലബ് എന്നിവരുടെ സഹകരണത്തോടെയാണ് സൂര്യ ഫെസ്റ്റിവൽ നടക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ജീവനക്കാരുടെ സംഘടനയായ മെഡിക്കൗ വാർഷികാഘോഷം സംഘടിപ്പിക്കുന്നു. 7-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന പരിപാടികൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. MA ഷാനവാസ് MP മുഖ്യാതിഥിയെ പങ്കെടുക്കും. തുടർന്ന് ചലച്ചിത്ര താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന വിവിധ കലാപരിപാടികളും അരങ്ങേറും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരത് വക്താവാൻ ശ്രമിക്കുന്ന ശശി തരൂർ MPക്കെതിരെ KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ. തരൂരിന്റെ പ്രവൃത്തി ആശങ്കയും വിദ്വേഷവും സൃഷ്ടിക്കുന്നുവെന്നും സുബ്രഹ്മണ്യൻ. ജീവകാരുണ്യ പ്രവൃത്തിക്ക് സ്വരൂപിച്ച ധന്വന്തരി നിധി ജില്ലാ പഞ്ചായത്തിന് കൈമാറണമെന്ന് ആക്ഷൻ കമ്മിറ്റി. ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത പണം CPM സ്വത്താക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും കമ്മിറ്റി. നവജാത ശിശുവിന്റെ മരണം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് സോഷ്യലിസ്റ്റ് യുവജനത മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, the king of footwears.